السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت هيرتنا وآل كل وصحابة أجمعين. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മാന്യ ശ്രോതാക്കളെ, റഹ്മുറാഹിമായ റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ മഹത്വം കൊണ്ട് രണ്ട് ലോകത്തും അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അപമാനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും എല്ലാ നിലക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ അഭിമാനം ആഗ്രഹിക്കുന്നു. എല്ലാവിധ അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഏതൊരാളും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം ഏൽപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരു പ്രവർത്തനവും ഒരു മുഅ്മിനായ മനുഷ്യരിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാകുന്നു. അതേസമയത്ത് മറ്റുള്ളവരുടെ അഭിമാനം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും വേണം. കാരണം ഏതൊരാളും മറ്റൊരാളുടെ മുമ്പിൽ വഷളാകൽ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതേസമയത്ത് എല്ലാവരുടെ മുമ്പിലും ബഹുമാനത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയും പ്രത്യക്ഷപ്പെടലാണ് ഏതൊരാളുടെയും ആഗ്രഹമുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അൽ അലീം എന്ന ദിക്ർ, അലീം എന്ന് പറഞ്ഞാൽ തന്നെ മഹത്വമുള്ളവൻ എന്നാണ്. ഈ ദിക്ർ നാം കൂടുതൽ പതിവാക്കുകയാണെങ്കിൽ, നല്ല മനസ്സോടെ അള്ളാഹുലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് നാം കൂടുതൽ ചൊല്ലുമ്പോൾ നാം ജീവിതത്തിൽ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. നാം അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അൽ അസീസു അത്വാഹിറു അൽ ഗനിയു അത്തവ്വാബു അൽ ഹയ്യുൽ ബർ എന്ന് 7 പ്രാവശ്യം ഒരു പേപ്പറിൽ എഴുതി യാ അസീസു യാ ത്വാഹിർ യാ ഗനിയു യാ തവ്വാബ് യാ ഹയ്യു യാ ബർ എന്ന് 70 പ്രാവശ്യം അസ്മാഉൽ ഹുസ്നയും ചേർത്തുകൊണ്ട് നാം എഴുതി ധരിക്കുകയാണെങ്കിൽ അതിന് വലിയ ഫലമുണ്ട്. തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം നാം യാ അസീസു യാ ത്വാഹിർ യാ ഗനിയു യാ തവ്വാബ് യാ ഹയ്യു യാ ബർ എന്ന് 33 പ്രാവശ്യം ഒരു അസ്മാഉൽ ഹുസ്നയും ചൊല്ലിക്കൊണ്ട് നാം ദുആ ചെയ്യുമ്പോൾ നമുക്ക് അഭിമാനം നിലനിർത്താനും അപമാനിതരായി കഴിയുന്ന ആളുകൾ അഭിമാനത്തിലേക്ക് എത്താനും അത് സഹായകമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ രോഗശമനത്തിനും ഈ ഇസ്മ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. 313 പ്രാവശ്യം അസ്മാഉൽ ഹുസ്നയും കൂട്ടിക്കൊണ്ട് ഇതേ ദിക്ർ നാം ചൊല്ലുകയാണെങ്കിൽ വലിയ രോഗം അഥവാ ക്യാൻസർ, സോറിയാസിസ്, അതുപോലെ തന്നെ വെറുക്കപ്പെടുന്ന മറ്റു രോഗങ്ങൾ എന്നിവ സുഖമാകാൻ ഇത് കാരണമായി തീരുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. 7 പ്രാവശ്യം ഇതേപോലെ തന്നെ പേപ്പറിൽ എഴുതി അത് ഫാനിന്റെ ലീഫിൽ കെട്ടിക്കൊണ്ട് കറക്കുകയും എന്നിട്ട് ഇത് 313 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലുകയും ചെയ്താൽ ഇതുപോലുള്ള രോഗത്തിന് വലിയ ആശ്വാസം ലഭിക്കുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആരോഗ്യത്തിന്, ശാരീരികമായും മാനസികമായുള്ള ആരോഗ്യം രണ്ടും